ഡൽഹി മലയാളികൾ എന്റെ അഭിപ്രായത്തിൽ വളരെ എലൈറ്റ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. രാജ്യഭരണവുമായി അടുത്തു നിൽക്കുന്ന ഒരു സമൂഹം എന്ന നിലയിൽ നമുക്കറിയാം, ഇപ്പോൾ രാജ്യത്ത് തന്നെ ഒരു കാലഘട്ടം, ഈ സമീപകാലത്താണ് അത് കുറവ്, ബ്യൂറോക്രസിയുടെ തന്നെ ഹൈറാർക്കി പരിശോധിച്ച് നോക്കിയാൽ പ്രഗത്ഭമതികളായിട്ടുള്ള ബ്യൂറോക്രാറ്റ്സ് കേരളത്തിൽ നിന്നുള്ള സമീപകാലം വരെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഒരു ഗ്യാപ്പ്, BJP വന്നതിന് ശേഷമാണ് അക്കാര്യത്തിലൊരു ഗ്യാപ്പ്. ഇപ്പോൾ പ്രത്യേകിച്ചും സൗത്ത് ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും കേരളം, തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിലെ പ്രാതിനിധ്യം പരിമിതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ബ്യൂറോക്രസിയുടെ കാര്യത്തിലായാലും മറ്റ് പല തലങ്ങളിലായാലും അത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു വസ്തുതയാണ്. ഒരു നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ അധിനിവേശമാണ് സത്യത്തിൽ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് എന്റെ വ്യക്തി. ഈ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിൽ മാത്രമല്ല, ഡൽഹി അടക്കമുള്ള പല സ്ഥലങ്ങളിലും മലയാളി പോപ്പുലേഷൻ ഗണ്യമായി കുറയുന്നുണ്ട്. എന്നാൽ പോലും ഡൽഹിയിലെ മലയാളികളെ സംബന്ധിച്ച് നിരവധി പ്രശ്നങ്ങളുള്ള ഘട്ടങ്ങളിലൊക്കെ അവർ ഞങ്ങളെയൊക്കെ സമീപിക്കാറുണ്ട്. ഞങ്ങളൊക്കെ സംയോജിതമായ ഇടപെടൽ ആ പ്രശ്നങ്ങളിൽ നടത്താറുണ്ട്. മലയാളികൾക്ക് പിന്നെ മറ്റു ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, അവർ എവിടെ ചെന്നാലും ഓർഗനൈസ്ഡ് ആണ്. ഭിന്നമായ സംഘടനകൾ ഉണ്ടാകുമെങ്കിൽ പോലും വെൽ ഓർഗനൈസ്ഡ് ആണ് മലയാളി കമ്മ്യൂണിറ്റി. അത് ഡൽഹിയിലും ആ കാര്യത്തിൽ വ്യത്യസ്തതയൊന്നുമില്ല. സംശയവും വേണ്ട, വരുന്ന ഡൽഹി തെരഞ്ഞെടുപ്പിലും കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും അതുപോലെ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച പൊതു നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഡൽഹി സ്റ്റേറ്റ് അസംബ്ലി നിഷ്പ്രയാസം ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി വിധിയെഴുതും.